അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഇന്ന് അറിവിനുറവയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നത്. ബലിപെരുന്നാൾ ഏറെ ചരിത്ര സംഭവമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മഹാ കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ബലിപെരുന്നാളിനെ ലോകമെങ്ങും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഭാര്യ ഹാജർ അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ മൂന്ന് ആളുകളുടെയും ഈ കുടുംബത്തിൻ്റെ, ഈ ദമ്പതിമാരുടെ, ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗസുരഭിലമായ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് ബലിപെരുന്നാളിൻ്റെ ഓരോ ആഘോഷങ്ങളും എന്ന് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ആ ചരിത്രത്തിലെ ഏറ്റവും ഇടം തേടിയ ഒരു വ്യക്തിത്വമാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. അവരെക്കുറിച്ച് നമുക്കല്പം കേൾക്കാം. ചേലുള്ള ഇമ്പർമണമുള്ള മുത്ത് ഹാജറ തൂതരിബ്രാഹിം ഹാജരപ്പൂവിൻ്റെ അയകേറും തങ്കപ്പൂ തൂതുനാരി ഹാജറ അമ്പിളിച്ചേലുള്ള ഇമ്പർമണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹാജറ തൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അയകേറും തങ്കപ്പൂ ദൂനാരി ഹാജറ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ത്യാഗപൂർണമായ ജീവിതമാണ് അവിടുന്ന് അനുഭവിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയായ അവർ രണ്ടുപേരുടെയും പ്രായത്തിൻ്റെ അങ്ങേ അറ്റമെത്തിയപ്പോഴാണ് അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതും ഇസ്മായിൽ എന്ന കുഞ്ഞിനെ നൽകുന്നതും. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചതിനു ശേഷം മക്കയിലെ വിജനമായ സ്ഥലത്ത് കുഞ്ഞിനെയും ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടേച്ചു പോകുന്നൊരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഗൈറ ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അവിടെ കൃഷ്യജന്യമല്ലാത്ത ഭൂമികയിൽ അവരെ ഉപേക്ഷിച്ചു പോകുമ്പോൾ വെള്ളമില്ല, ഭക്ഷ്യവസ്തുക്കളില്ല, കൈഖനികളില്ല, എല്ലാം വിജനമായിരിക്കുന്ന ഒരിടത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഓ പ്രിയതമേ, ഓ പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, എങ്കിൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ബീവി എല്ലാം സഹിച്ചു. അവസാനം തൻ്റെ തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളവും ഈത്തപ്പഴവും എല്ലാം തീർന്നു പോയപ്പോൾ ആ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുമ്പോൾ കുഞ്ഞിന് ആ ഒരു നീരുറവ് കൊടുക്കുന്നതിന് വേണ്ടി സൊഫയുടെയും മർവയുടെയും പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഓടുന്നുണ്ട്. വെള്ളം കിട്ടാതെ വരുമ്പോൾ, കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ വീണ്ടും ഹാജർ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആ കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ വെള്ളം വളരെയധികം ഉയർന്നു വരികയും അതാണ് ഇന്നും ലോക മുസ്ലിമീങ്ങളെല്ലാവരും ഔഷധ വീര്യത്തോടുകൂടി സംരക്ഷിക്കുകയും ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന സംസം വെള്ളം. അതിൻ്റെ എല്ലാം പിന്നിൽ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് അത് കേൾക്കാം. സമ്പൂർണ്ണ ദീനിൻ തേളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹാജറ. സമ്പൂർണ്ണ ദീനിൻ തേളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹാജറ. ആരും കോതിക്കുന്ന പൂമങ്ക ഹാജറ അഹദായ നാഥൻ സ്നേഹിച്ചുള്ള ഹാജറ. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള ഇമ്പർമണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ. തൂതരിബ്രാഹിം ഹാജരപ്പൂവിൻ്റെ അയകേറും തങ്കപ്പൂ ദൂനാരി ഹാജറ. ഹാജർ റളിയല്ലാഹു അൻഹ അങ്ങനെ എല്ലാം സഹിച്ചും ത്യജിച്ചും ആ കുഞ്ഞിനെ പോറ്റി വളർത്തുന്നു. അള്ളാഹുവിൻ്റെ വിധി വരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുഞ്ഞിനെ ബലിയെറുക്കണമെന്ന്. അങ്ങനെ ആ സ്വപ്നം കാണുമ്പോൾ
മോനോട് പറയുന്നുണ്ട്, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോൻ്റെ മറുപടി, ഉപ്പ, ഞാൻ ക്ഷമാശീലരിപ്പെട്ടുകൊള്ളും, നിങ്ങൾ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക. എന്താ മോൻ്റെ വചനം കേട്ട് അങ്ങനെ ആ മോനെ ബലിയിറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൃഗത്തെ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അറിയിക്കുന്നു, നിങ്ങൾ കുഞ്ഞിനെ അറുക്കേണ്ടതില്ല. അത് സ്വദ്ദഖത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നിങ്ങളുടെ സ്വപ്നം നിങ്ങളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് മോനെ അറുക്കേണ്ടതില്ല, പകരം നിങ്ങൾ ഈ മൃഗത്തെ അറുത്ത് ബലി നൽകുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇസ്ലാമിൽ ഉൽഹിയ്യത്ത് കർമ്മം നിലവിൽ വരികയാണ്. അങ്ങനെ പെരുന്നാളിലും ഹജ്ജിലും ഉൽഹിയ്യത്തിലുമെല്ലാം ഈ ദമ്പതിമാരുടെ, ഈ കുടുംബത്തിലെ 3 അംഗങ്ങളുടെയും ജീവിതത്തിലെ ത്യാഗസുരഭിലമായ ഓർമ്മകളാണ് ലോകമെന്നും അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ലക്ഷോപലക്ഷം വിശ്വാസികൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ച്, ഹജ്ജ് ലക്ഷ്യം വെച്ച്, ഉംറ ലക്ഷ്യം വെച്ച്, മറ്റുള്ള അനുബന്ധമായ കർമ്മങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ നിരന്തരമായി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.